എന്തായാലും ഈ കഥ കേൾക്കുന്നു ഇപ്പൊ 3 കൊല്ലം മുമ്പാണ് ഞാൻ, ഏകദേശം 2.5 കൊല്ലം മുമ്പാണ് ഞാൻ പൃഥ്വിരാജിനെ ഫുൾ സ്ക്രിപ്റ്റ് വായിച്ച് കേൾപ്പിക്കുന്നതാണ് എൻ്റെ ഓർമ്മ. അതെയാണ്. ഏകദേശം അതിനോട് അടുപ്പിച്ചായിരിക്കും മൊയ്തീൻ്റെ തിരക്കഥയും വായിച്ച് കേട്ടിട്ടുണ്ടാവാനുള്ള സാധ്യത. കാരണം അപ്പോ ഇത് ആദ്യം അവരായിരിക്കാം വായിച്ച് കേൾപ്പിച്ചത്, വിമലായിരിക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഇത് എന്തായാലും ഇത് ഒരുമിച്ച് അടുത്തടുത്ത് റിലീസ് വരില്ല എന്നുള്ള കാര്യം ഉറപ്പായിരിക്കും ആ സമയത്ത്. പക്ഷെ ഈ എന്തെങ്കിലും ഇതിൻ്റെ അകത്ത് സാമ്യമുണ്ടെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ഈ അങ്ങനെ ഒരു ഇതുകൾ വല്ലതും തോന്നി? എനിക്ക് സത്യത്തിൽ ഇപ്പോൾ ഈ സിനിമ റിലീസായി കഴിഞ്ഞിട്ട് പ്രേക്ഷകർ പറയുമ്പോഴാണ് ഇത്തരം ഒരു സിമിലാരിറ്റിയെ പറ്റി ഞാൻ തന്നെ ആലോചിക്കുന്നത്. എനിക്കിതിന് സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ ഈ സിനിമയിൽ അഭിനയിച്ചപ്പോൾ ഈ 2 സിനിമകൾ തമ്മിൽ ഒരു തരത്തിലുള്ള സിമിലാരിറ്റി ഉണ്ടെന്ന് എൻ്റെ മനസ്സിൽ കൂടെ പോയില്ല. ഈ കാത്തിരിപ്പ് എന്ന് പറയുന്ന ഒരു സിമിലാരിറ്റി ഇത് രണ്ടിലും ഉണ്ട് എന്നുള്ളത്. പക്ഷേ എനിക്കിത് ഭയങ്കര ഓപ്പോസിറ്റ് ആയിട്ടുള്ള 2 കാര്യങ്ങളായിട്ട് തോന്നിയിട്ടുണ്ട് ഈ സിനിമയുടെ പ്രിൻസിപ്പൽ ഐഡിയോളജീസ്. കാരണം നിന്റെ മൊയ്തീനും കാഞ്ചനമാലയും അവർ ഒരുമിക്കാതിരിക്കാൻ തീരുമാനിക്കുന്നത് മറ്റുള്ളവർക്ക് വേണ്ടിയാണ്. മറ്റുള്ളവരുടെ ഐഡിയോളജീസ്, മറ്റുള്ളവരുടെ ചിന്തകൾ, മറ്റുള്ളവരുടെ പ്രിൻസിപ്പൽസ്, നമ്മൾ അത് അങ്ങനെ ഒരു വലിയ പ്രശ്നം ഉണ്ടാക്കിയിട്ട് ഒരുപാട് പേരെ വിഷമിപ്പിച്ചിട്ട് നമുക്കിപ്പോൾ ഒരുമിക്കേണ്ട എന്ന് തീരുമാനിക്കുന്ന ആൾക്കാരാണ്. ഇതിൽ ശാന്തനുവും നാദിറയും മറ്റാർക്കും വേണ്ടിയില്ല, അവർക്ക് വേണ്ടി തന്നെയാണ് അവർ ഒരുമിക്കാതിരിക്കുന്നത്. വേണ്ട, നമ്മുടെ ഐഡിയോളജി, നമ്മുടെ ഇന്റഗ്രിറ്റി ഇതാണ്, നമ്മളത് പറഞ്ഞു, അങ്ങനെ ഒരു വാക്ക് പറഞ്ഞു, നമ്മൾ ചെയ്യുന്നില്ല എന്നുള്ളൊരു, എനിക്കത് ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതിനപ്പുറത്തേക്ക് ഈ 2 സിനിമകൾ തമ്മിലുള്ള അന്തരം വളരെ വലുതാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം അതിൻ്റെ പശ്ചാത്തലമാണെങ്കിലും ഈ നമ്മുടെ സിനിമയിൽ സത്യത്തിൽ ഒരു ഓൾമോസ്റ്റ് ഒരു ടീനേജ് ഇൻഫാച്ചുവേഷൻ എന്ന് തോന്നിക്കുന്ന തരത്തിലുള്ളൊരു പ്രണയത്തിന്റെ തുടക്കമൊക്കെയാണ്. അവിടെ നിന്ന് വളരെ യാദൃച്ഛികമായിട്ട് ഇതൊരു ഒരു ഒരു പ്രത്യേക ഒരു സിറ്റുവേഷനിലൂടെ ഇതൊരു ബന്ധമായി മാറുക എന്നൊക്കെ പറയുന്ന ഒരു സ്വഭാവമാണ് ഇതിലെ ലവ് സ്റ്റോറിക്കുള്ളത്. അതങ്ങനെയല്ലല്ലോ. പിന്നെ എനിക്ക് തോന്നുന്നു ഈ 2 സിനിമകളെ പറ്റിയും ഇപ്പോൾ ഇത്തരം സിമിലാരിറ്റീസ് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു സെയിംനെസ് എന്ന് പറയുന്ന ചർച്ച ചെയ്യപ്പെടുന്നത് ഈ 2 ലവ് സ്റ്റോറീസും അത്രത്തോളം ആൾക്കാരിലേക്ക് എത്തിയത് കൊണ്ടായിരിക്കാം. മൊയ്തീൻ്റെയും കാഞ്ചനമാലയുടെയും പ്രണയകഥയ്ക്ക് ശേഷം ഒരു ഭയങ്കര റിഫ്രഷിങ് ഒരു ന്യൂ ഏജ് ലവ് സ്റ്റോറിയായ ശാന്തനുവിൻ്റെയും നാദിറയുടെയും പ്രണയകഥയും അവരെ അത്രത്തോളം ആകർഷിച്ചു എന്നുള്ളതുകൊണ്ടായിരിക്കാം ഇങ്ങനെ ഇപ്പോൾ എനിക്ക് ആക്ച്വലി വാട്സാപ്പ് മെസ്സേജ് ഒക്കെ വരാറുണ്ട്. ഈ മൊയ്തീൻ്റെയും കാഞ്ചനമാലയുടെയും പടം, താഴെ ശാന്തനുവിൻ്റെയും നാദിറയുടെയും പടം എന്നൊക്കെ പറഞ്ഞ് യഥാർത്ഥ പ്രണയത്തിൽ നമ്മുടെ സൂഫി സെയിങ് ഒക്കെ വെച്ചിട്ട്. അപ്പൊ അത് എനിക്ക് തോന്നുന്ന ഒരു ഇൻ എ വേ ഈ ലവ് സ്റ്റോറീസ് അത്രത്തോളം ആഴത്തിൽ ആൾക്കാരിലേക്ക് എത്തിയെന്ന് പറയുന്നതിന്റെ ഒരു വലിയ സൂചനയാണ്. അത് നമ്മുടെ സിനിമയുടെ തന്നെ വിജയമാണ്. അത് അല്ല, കാണാതെ ഇപ്പൊ ഒരു പടം ചർച്ച ചെയ്യപ്പെടാതെ പോവുക എന്നുള്ളതല്ല, ചർച്ച ചെയ്യപ്പെടുക എന്നുള്ളത്. എക്സാക്ട്ലി, അതെ അതെ, അത് തന്നെ എന്റെ വലിയൊരു കാര്യം. അതെ അതെ, എനിക്ക് തോന്നുന്നു ഒരു സിനിമ ഹിറ്റാകുക ഫ്ലോപ്പ് ആവുക എന്നുള്ളതിനേക്കാൾ വലിയൊരു ദുരവസ്ഥ ഒരു സിനിമയുടെ അതിനെപ്പറ്റി അത് ഒരു തരത്തിലും ഒരു ചലനം ഉണ്ടാക്കാതെ ഇരിക്കുക എന്നുള്ളതാണ്. അതായത് ആൾക്കാർ സിനിമ ഇറങ്ങി കണ്ടു കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ അതിനെപ്പറ്റി ഒരു തരത്തിലും ഒരു ചർച്ച ഉണ്ടാകാതിരിക്കുമ്പോഴാണ് ഒരു കലാസൃഷ്ടി എന്നുള്ള നിലയ്ക്ക് അത് ഇൻസിഗ്നിഫിക്കന്റ് ആവുന്നത്. ഇപ്പോ ഈ രാജുവിന്റെ എന്നതിൻ്റെ മൊയ്തീൻ തിയേറ്ററുകൾ ഓടിക്കൊണ്ടിരിക്കുന്നു, നല്ല രീതിയിൽ ഒരുപാട് കളക്ട് ചെയ്തുകൊണ്ട് ഓടിക്കൊണ്ടിരിക്കുന്നു, ഒരുപാട് അഭിപ്രായങ്ങൾ ഉണ്ടാക്കുന്നു. അമർ അക്ബർ ആന്റണി ഇതേപോലെ വലിയൊരു കളക്ഷനോട് കൊണ്ടുവരുന്നു. അതേ സമയത്ത് തന്നെ ഇത് സിനിമയും നമ്മൾ എന്താ പറയുക തീരുമാനിക്കുന്നു, റിലീസ് ചെയ്യാൻ തീരുമാനിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ റിലീസ് ചെയ്യാൻ തീരുമാനിക്കുന്നുള്ള തീരുമാനം പ്രൊഡ്യൂസറുടെയും ഡയറക്ടറുടെയും ചില അവസ്ഥകളാണ് ചില സമയത്ത്, അല്ലേ? അപ്പോൾ അങ്ങനെ ഒരു തീരുമാനിച്ചപ്പോൾ എന്തെങ്കിലും ദേഷ്യമോ വിഷമമല്ലോ തോന്നിയോ? ആക്ച്വലി സത്യത്തിൽ ഈ 3 സിനിമകളും ഇതുപോലെ അടുപ്പിച്ച് 3 മാസങ്ങളായി റിലീസ് ചെയ്യും എന്ന് ഞാൻ റിയലൈസ് ചെയ്തിട്ട് തന്നെ ഒരു 7-8 മാസമായി. എനിക്ക് അന്നേ അറിയായിരുന്നു ഇതിന്റെ നമ്മുടെ സിനിമകളുടെയൊക്കെ ഷെഡ്യൂളുകളൊക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് അറിയായിരുന്നു ഇത് ടുവേർഡ്സ് സെക്കൻഡ് ഹാഫ് ഓഫ് 2015 ഈ 3 സിനിമകൾ അടുപ്പിച്ച് റിലീസാകും. അത് വേറെ ഒരു നിവൃത്തിയില്ല. കാരണം കേരളത്തിലെ തിയേറ്ററുകളുടെ ഒരു സോ കോൾഡ് ചാർട്ടിംഗ് ഇഷ്യൂ വെച്ചിട്ട് നമ്മളിപ്പോൾ നവംബറിൽ ഈ സിനിമ റിലീസ് ചെയ്തില്ലെങ്കിൽ ഡിസംബർ അല്ലെങ്കിൽ ജനുവരി എൻ്റെ അടുത്ത പടമുണ്ട്, അത് കഴിഞ്ഞ് അങ്ങനെ മറ്റ് സിനിമകൾ നേരത്തെ തിയേറ്ററിൽ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. പക്ഷെ എനിക്ക് അതിനകത്തൊരു പ്രത്യേകിച്ച് ഒരു വേവലാതി ഇല്ലാത്തത് സിനിമകൾ ഓടുമോ ഓടില്ലേ എന്നുള്ളതിനെ പറ്റി നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല, നമ്മുടെ കയ്യിലല്ല, അത് ഇറ്റ്സ് നോട്ട് ഇൻ ഹാൻഡ്സ് അറ്റ് ഓൾ. പക്ഷെ എനിക്ക് ഈ 3 സിനിമയും അതാത് ജോണറുകളിൽ നല്ല സിനിമകളാണ് എന്ന് പറയപ്പെടുന്നുള്ളതിനെ പറ്റി ഉറച്ച വിശ്വാസം ഉണ്ടായിരുന്നു. എനിക്ക് ആ തിരക്കഥയിൽ എനിക്ക് ആ ഒരു കോൺഫിഡൻസ്, അതായത് ഈ സിനിമകളൊക്കെ ചിലപ്പോൾ ഇപ്പോൾ നിന്റെ മൊയ്തീൻ ആണെങ്കിലും അമർ അക്ബർ ആന്റണി ആണെങ്കിലും അനാർക്കലി ആണെങ്കിലും ഓടിയേക്കാം, ഓടാതിരിക്കാം, പക്ഷെ ആരും ഈ 3 സിനിമ കണ്ടിട്ട് അയ്യേ എന്നാരും പറയില്ല എന്ന് എനിക്ക് നല്ല ഉറച്ച വിശ്വാസം ഉണ്ടായിരുന്നു. പിന്നെ ഇതിൽ ഈ 3 സിനിമകളിൽ ഒന്നും ഒരു പരീക്ഷണ സ്വഭാവമുള്ള സിനിമകളല്ല. അപ്പം ഞാൻ വിചാരിച്ചു
നല്ല സിനിമകൾ വരട്ടെ, ആൾക്കാർ കാണുന്നെങ്കിൽ അത് ഓടുന്നെങ്കിൽ ഓടട്ടെ, ഇല്ലെങ്കിൽ ഇല്ല എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ അത് ഈ 3 സിനിമകളും ഒരേ സമയത്ത് വിജയിച്ചു എന്നൊക്കെ പറയുന്നത് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ കള്ളമായി പോകും. അത് ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. ആഗ്രഹം. അതെ, പക്ഷെ അത് സംഭവിച്ചു. നല്ല കാര്യം. ഇപ്പോ പൃഥ്വിരാജ് ലണ്ടനില്, ന്യൂസിലാൻഡില്, അമേരിക്കയില് എല്ലായിടത്തും ഷൂട്ട് ചെയ്തിട്ടുണ്ട്. കേരളത്തിൽ ഷൂട്ട് ചെയ്യാറുണ്ട്. കേരളത്തിൽ ഷൂട്ട് ചെയ്യുമ്പോഴും എന്താ പറയുക, ഇപ്പോൾ നമ്മൾ ഹോം ടൗണിലല്ലെങ്കിൽ മിക്കവാറും ഒരു സ്റ്റാർ ഹോട്ടലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥലത്തായിരിക്കും അക്കോമഡേഷൻ. ഈ സെറ്റിൽ വന്നാൽ എന്താ പറയുക, ഈ കാരവൻ ഉണ്ടാവും സൗകര്യത്തിന് വേണ്ടിയിട്ട്. വരുന്നത് ചിലപ്പോൾ സ്വന്തം കാറിൽ, അത്രയും ഇതായിട്ടുള്ള കാറിലായിരിക്കും വരുന്നത്. പക്ഷെ ലക്ഷദ്വീപില് കാരണം ഞാൻ ചോക്ലേറ്റ് മുതൽ കണ്ടുകൊണ്ടിരിക്കുന്ന പൃഥ്വിരാജ്. അപ്പോൾ ആ പൃഥ്വിരാജ് ലക്ഷദ്വീപിൽ ഷൂട്ട് ചെയ്യുമ്പോൾ ഒരു വീട്ടിൽ പൃഥ്വിരാജ്, ബിജു മേനോൻ, സുരേഷ് കൃഷ്ണ, അരുൺ, മിയ, സംസ്കൃതി, മിയയുടെ അമ്മ, സംസ്കൃതിയുടെ ഗ്രാൻഡ് മദർ. അതെ. അപ്പൊ ഇത്രയും പേര് ഒരുമിച്ചാണ് ഒരു വീട്ടിൽ താമസിക്കുന്നത്. അതോടൊപ്പം തന്നെ അവിടെയുള്ള വണ്ടികൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു ആൾട്ടോ കാറ്, പലപ്പോഴും ബൈക്കിലാണ് വരുന്നത്. അപ്പോ ആ സാഹചര്യത്തിലേക്ക് പെട്ടെന്നുള്ളൊരു കരച്ചിറക്കൽ, ഇതിപ്പോ എന്താ പറയാ, കരയിൽ നിന്ന് അല്ല കടലിൽ നിന്ന് മീൻ പിടിച്ച് കരയിലിട്ട പോലത്തെ ഒരു അവസ്ഥ താരങ്ങൾക്ക് ഉണ്ടാവും, അല്ലെങ്കിൽ നടന്മാർക്ക്, സൗകര്യങ്ങൾ എൻജോയ് ചെയ്തിട്ടുള്ള നടന്മാർക്ക് ഉണ്ടാവും. ആ സാഹചര്യത്തെ ഒരു ഇറിറ്റേഷനോടുകൂടിയാണോ, എങ്ങനെയാണ് അത് സ്വീകരിച്ചത്? ഞാൻ സത്യത്തില് ഈ സിനിമയുടെ പ്രോസസ്സിൽ ഏറ്റവും എൻജോയ് ചെയ്തത് അതും ഇതിൽ ഡീപ് സീ ഡൈവിംഗ്. അതെ, എനിക്കിപ്പോ ബീച്ചേറിനോട് ചോദിച്ചാലും ഇത് തന്നെ ആയിരിക്കും ഉത്തരം, സുരേഷിനോട് ചോദിച്ചാലും ഇതിനായിരിക്കും. നമ്മള് നിരന്തരം ഇതാണല്ലോ ചെയ്യുന്നത്. ഒരു ഹോട്ടൽ റൂം, രാവിലെ ലൊക്കേഷൻ വിളി വരുമ്പോൾ താഴെ വരുമ്പോൾ നമ്മുടെ വണ്ടിയിൽ കയറുന്നു പോകുന്നു. ഇതൊന്ന് ഭയങ്കര റിഫ്രഷിംഗ് ആയിട്ടുള്ള ഒരു ചേഞ്ച് ആയിരുന്നു. ഒരുമിച്ചൊരു വീട്ടിൽ താമസിക്കുക, വൈകുന്നേരം ആകുമ്പോൾ കുക്ക് ചെയ്യുന്ന ഒന്നുകിൽ സുരേഷ് കൃഷ്ണ, അല്ലെങ്കിൽ ബിജു മേനൻ, അല്ലെങ്കിൽ മിയയുടെ അമ്മ, അങ്ങനെ നമ്മളെല്ലാവരും കൂടെ കുക്ക് ചെയ്യുക, നമ്മളെല്ലാവരും ഒരുമിച്ച് ഭക്ഷണം കഴിക്കുക. രാവിലെ സമയമാകുമ്പോൾ ഉള്ള ഏതെങ്കിലും വണ്ടിയിൽ നമ്മൾ സ്ത്രീകളെ കയറ്റി വിടുക, നമ്മൾ ബൈക്കിൽ. ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. ഞാനത് എനിക്ക് തോന്നുന്നു എൻ്റെ കരിയറിൽ തന്നെ ഏറ്റവും എൻജോയ് ചെയ്ത ഷൂട്ട്സിൽ ഒന്നാണ് അനാർക്കലി.